സാധാരണക്കാർ പറയും നമ്മൾ കിതാബ് ഓതിയില്ല, എന്താ ചെയ്യുക? ആ മൗലവി അങ്ങനെ പറയണു, ഈ മൗലവി ഇങ്ങനെ പറയണു, അമ്മയിലേർ അങ്ങനെ പറയണു, നമ്മളെന്ത് ചെയ്യും? നിങ്ങളൊന്നും ചെയ്യണ്ട. അള്ളാഹു തആല നമുക്ക് ഈ അഖല് എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടില്ലേ? നമ്മൾ എല്ലാവരോടും കിതാബ് ഓതാൻ പോയാൽ ഇവിടെ കൃഷി ചെയ്യാൻ ആളുണ്ടാവില്ല, ഇവിടെ കച്ചവടം ചെയ്യാൻ ആളുണ്ടാവില്ല. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. എല്ലാവരും കൂടി പോണ്ട. പക്ഷേ നമുക്ക് അള്ളാഹു തആല അഖല് എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഈ നേർക്ക് നേരെ ഖുർആൻ കേട്ട് മനസ്സിലാക്കി അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളെല്ലാം ഗ്രഹിച്ച ആളുകൾ ആരാ? നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നുള്ളതിലേക്ക് വല്ല കിതാബ് ഓതേണ്ട ആവശ്യമുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിനെ നേരെ കണ്ട് കേട്ട് അനുഭവിച്ച് മനസ്സിലാക്കി. ഉമർ ഫാറൂഖും തദൈവ, അതുപോലെ മറ്റു സഹാബത്തും. ഈ അനുഭവങ്ങൾ നമുക്കാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ഇതിനെന്തിനാ തോനെ കിതാബ് ഓതുന്നത്? ആ സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, ഞാൻ തറക്തു ഫീകും അംറൈൻ, സുപ്രധാനമായ രണ്ട് കാര്യങ്ങളെ ഞാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് മുമ്പുള്ള സംഭവമാണല്ലോ അത്. ഇതാ ഈ കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കും കാലത്തോളം മതപരമായ തെറ്റുകളോ അബദ്ധങ്ങളോ നിങ്ങൾക്ക് സംഭവിക്കില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഈ ആശയങ്ങൾ ഇതാ വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. നബിയിൽ നിന്ന് ഓത്ത് കേട്ട് മനസ്സിലാക്കി അവിടുത്തെ ജീവിതത്തിനെ മുഴുക്കെ പഠിച്ച മഹാത്മാരായ സഹാബാക്കളോട് പറഞ്ഞു. എന്നിട്ടോ റസൂലുള്ളാഹി പറയുന്നു, അലാ ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ. ഇനിയിപ്പോൾ അവിടെ ആ ഹദീസിന്റെ ബാക്കി അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കും, ശരിയേറെ അറിയണ്ട. ആ ഹദീസല്ല, വേറെ ഹദീസാണ്. അലാ ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ. അല്ലയോ സഹാബാക്കളെ, നിങ്ങൾ ഒന്നടങ്കം മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ 23 കൊല്ലത്തോളമുള്ള ജീവിതത്തിന് ദൃക്സാക്ഷിത്വം വരിച്ച നിങ്ങൾ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ദീനിനെ മനസ്സിലാക്കിയ നിങ്ങൾ, ഇതാ ഈ സമുദായത്തിൽ ധാരാളം ആളുകൾ വരാനുണ്ട്. ആ ആളുകളുടെ മുമ്പിൽ ഈ ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, അവരെ നിങ്ങൾ ബോധവാന്മാരാക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു. എല്ലാ പരിപാടികളും അവസാനിച്ച് 82ഓളം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുസ്തഫ നബി വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിപാടി അവസാനിച്ചു. ഖുർആനിനെയും സുന്നത്തിനെയൊക്കെ വളരെ ക്ലിയറായി വളരെ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രബോധനം ചെയ്തു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞു ആര്? അള്ളാഹുവിൻ്റെ റസൂൽ. സിയാറത്തിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയരെ, നിങ്ങൾ ആലോചിച്ച് ഇനി ഇവിടെ ഇസ്ലാം അതെങ്ങനെ കിട്ടും? നബി വഫാത്തായി കിടക്കുക. നബി വഫാത്തായി കിടക്കുന്ന ഈ സന്ദർഭത്തിൽ ശരിക്കും ചിന്തിക്കുക. ഏതെങ്കിലും ഒരു കക്ഷി, ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരാള്, ജമാഅത്തേരെ ഭാഷയിൽ ഒരു സത്യാന്വേഷി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി 23ഓളം വർഷങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ച ഇസ്ലാമിക തത്വസംഹിതകൾ രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥങ്ങൾ ഒന്ന് കാണട്ടെ, അതിന്റെ റെക്കോർഡ് ഒന്ന് കണ്ടാൽ തരക്കടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കാണിച്ചു കൊടുക്കുക, അതാ ഞങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ച ഖുർആനാണിത്, ഇത് എഴുതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ, ഇതാ ഹദീസിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് സഹോദരന്മാരെ എന്തെങ്കിലും അന്നിവിടെ കാണിച്ചു കൊടുക്കാൻ ഉണ്ടോ ഇല്ലേ? നബി വഫാത്തായി, നല്ലോ ശ്രദ്ധിക്ക്, നബി വഫാത്തായി കിടക്കുന്ന വേളയിൽ ഇങ്ങനെ ഒരാൾ വന്നൊരു അന്വേഷണം നടത്തിയാൽ, ഇതാ ഞങ്ങളുടെ പ്രവാചകൻ ഇവിടെ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ രേഖകൾ മുഴുവനും അടങ്ങിയ ഗ്രന്ഥം ഇതാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു കൊടുക്കാൻ വല്ല ഗ്രന്ഥങ്ങളും വന്നിവിടെ ഉണ്ടോ? ഇവര് ചോദിക്കുന്നുണ്ട്, ബുഖാരിയിലുണ്ടോ? അന്നിവിടെ അതുണ്ടോ? മുസ്ലിമിലുണ്ടോ? ബുഖാരിയിലുണ്ടോ? തുർമുദിയിലുണ്ടോ? നിസായിലുണ്ടോ? ബൈഹഖിയിലുണ്ടോ? ഇബ്നു മാജയിലുണ്ടോ? ഖുർആനിലുണ്ടോ? തഫ്സീറിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് അന്നിവിടെ എന്താ ഉള്ളത്? അന്നിവിടെ ഉള്ളത് ആരാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരായ സഹാബത്തല്ലേ. വേറെ ഒരു തെളിവും ഇവിടെ കാണാനില്ല. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച അതേ ദീനിന്റെ 1-ാം നമ്പർ പകർപ്പായ മഹാന്മാരായ സഹാബത്താണ് ദീനിന്റെ തെളിവ്. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ
ويكون الرسول عليكم شهيدا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മഹാന്മാരായ സഹാബാക്കളെ, നിങ്ങളാക്കി അല്ലാഹുവാക്കി ഉമ്മത്ത് വസത്ത് ഒരു നീതിയുള്ള സമൂഹമാക്കി. ലിതകൂനൂ ശുഹദാ അലന്നാസ്, അന്നാസിന്റെ മേലിൽ നിങ്ങൾ സാക്ഷികളാകാൻ വേണ്ടി. അന്നാസി എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഉള്ള സർവ്വ മനുഷ്യരും അന്നാസി എന്ന വാക്കിൽ ഉൾക്കൊണ്ടു. ആ ജനങ്ങളുടെ മേൽ ഇസ്ലാമിന്റെ സാക്ഷികളായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച തത്വസംഹിതകൾ ഇന്നതായിരുന്നു എന്ന് വളരെ വ്യക്തമായി പറയുന്ന സാക്ഷികളായി നിങ്ങളെ നാം നിയോഗിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ദീൻ കേട്ട മഹാന്മാരായ സഹാബത്ത് അതോടെയാണ് സാക്ഷികൾ. ആ സഹാബത്ത് ഇതാ ബഹുമാനപ്പെട്ട സിദ്ദീഖിന്റെ കാലത്താണ് പിന്നെ ഖുർആനിന്റെ ക്രോഡീകരണം നടന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ വഫാത്ത് ആകുന്ന സമയം വരെ ഇന്ന് ഞാനും നിങ്ങളും ഓതുന്ന ഈ പരിശുദ്ധ ഖുർആൻ, ഈ രണ്ട് ചട്ടയുടെ ഉള്ളിലുള്ള ഈ ഖുർആൻ ഉണ്ടല്ലോ, അന്ന് ഇവിടെ ഗ്രന്ഥമാക്കി വെച്ചിട്ടില്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അന്ന് ഇവിടെ ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായിക്കൊണ്ട് യമാമ യുദ്ധം നടന്ന സമയത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാ പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം നടന്നത്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നടന്ന ഒരു വമ്പൻ യുദ്ധമാണ് ഏത്? യമാമ യുദ്ധം. കള്ളപ്രവാചകനുമായിട്ടുള്ള ആ യമാമ യുദ്ധത്തിൽ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളായ ആളുകൾ ഷഹീദാകുന്ന സമയത്ത് ഫാറൂഖ് തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നൽ ഖത്ല ഖദ് ഇസ്തഹറ, ഇവിടെ കൊലകളൊക്കെ വ്യാപകമായി നടക്കുകയാണ്. ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളെല്ലാം ഇതാ ഷഹീദായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനിന്റെ തനതായ രൂപം നമുക്കിവിടെ ലഭ്യമാകണം. അതുകൊണ്ടത് ഗ്രന്ഥമാക്കി വെക്കണം. സിദ്ദീഖ് ആദ്യം മടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്ത നമ്മൾ എങ്ങനെ ചെയ്യുക? വിഷമല്ലേ? അതിന്റെ കാര്യങ്ങൾ അവസരോചിതമായി ത്വരിതപ്പെടുത്തിയപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതിരുകയും സെയ്ദ് റളിയല്ലാഹുവിനെ വിളിച്ച് ആ ക്രമങ്ങൾ നിർവഹിക്കാൻ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അവരുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം ഇവിടെ നടന്നു. പിൽക്കാലത്ത് എത്രയോ പിന്നിട്ടിട്ടാണ് ഹദീസിന്റെ ക്രോഡീകരണം നടന്നത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വഫാത്താകുന്ന സമയത്ത് ഞാനും നിങ്ങളും ഇന്ന് ഓതുന്ന പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമാക്കി ഇവിടെ വെച്ചിട്ടില്ല. ഹദീസിന്റെ ഗ്രന്ഥങ്ങളും അന്ന് ഇവിടെ വെച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്നത്തെ ഉത്തമമായ സാക്ഷികളാണ് ആര്? മഹാന്മാരായ സഹാബ. ആ സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കണ്ട, കേട്ട, അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവരുടെ തൊട്ട് പിൻഗാമികളായ ശിഷ്യന്മാരായ താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സുബഹി നിസ്കാരത്തിന് രണ്ടാമത്തെ റക്അത്തിലെ ഇഅ്തിദാലിൽ നബി ഇന്നതായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും അവസരോചിതമായി മുഴുവനും മഹാന്മാരായ സഹാബത്ത് അവരുടെ തൊട്ട് പിൻഗാമികളായ ശിഷ്യന്മാർക്കും ആ ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർക്കും അങ്ങനെ പരമ്പര മുറിയാതെ ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ഈ 2007 ഈ ഡേറ്റ് വരേക്കും ഇതാ പരമ്പരയായി നമുക്ക് ലഭിച്ചു. നമ്മളുടെ ഉസ്താദുമാർ, അവരുടെ ഉസ്താദുമാർ അതേത് വരെ പോകുന്നു? ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരെ പോകുന്നു. ഈ തത്വസംഹിതകൾ അംഗീകരിക്കുന്ന കക്ഷികൾക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹുവിന്റെ റസൂൽ ഏതെല്ലാം ആശയങ്ങളാണ്, തത്വങ്ങളാണോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചതെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുക. അവിടുന്ന് വർജ്യമാക്കാൻ എന്ത് കാര്യം പറഞ്ഞുവോ അതിനെ നിങ്ങൾ കൈവെടിയുക എന്ന ഖുർആനിന്റെ നിർദ്ദേശം ഈ രൂപത്തിലാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ മഹാന്മാരായ സഹാബത്തിനെ, ആ സഹാബത്തോ അവരുടെ ശിഷ്യന്മാർ ഇങ്ങനെ ഞാനും നിങ്ങളും ഈ പാർട്ടിക്കാണ് സുന്നി